ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സിയ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണ് പറയൂ ജോസ്മി ചേച്ചി? നൈറ്റ് ഡ്യൂട്ടിക്കിട്ട് ഒന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ എനിക്ക് ഉറക്കം സംസാരിച്ച് അവരെന്ന് അടിച്ച് പല്ല. ഗൈസ്, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 12 മണിയായപ്പോൾ എൻ്റെ വാലൻറ്റൈൻസിന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. കാണാത്തവരൊക്കെ പോയി കാണുക. അപ്പോൾ അതേ ഞാൻ രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഉച്ചയായി 12 മണിയായപ്പോൾ നല്ല സുഖമായിട്ട് ഉറക്കമെല്ലാം കഴിഞ്ഞ് എനിക്കൊന്ന് ഓഫായിരുന്നു. ഞാൻ ചോദിച്ചു ഓഫ് വാങ്ങിച്ചു വാലൻറ്റൈൻസ് ഡേക്ക്, കാര്യമൊന്നുമില്ലെങ്കിലും. അപ്പോൾ ഞാനിപ്പോൾ 12 മണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഇന്ന് തുണിയൊക്കെ കഴുകണം, അതൊക്കെയാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോഴത്തേക്ക് ഞാൻ പല്ലിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ മടക്കി ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ കേട്ടോ സ്കെച്ചൊക്കെ അവിടെ കിടക്കുന്നത്. ബെഡ്ഷീറ്റൊക്കെ മടക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി പല്ലൊക്കെ തേച്ചു സെറ്റായിട്ട് വരാം. എനിക്ക് സോനിക്ക് ഓഫാണ്, ലിസ ഡ്യൂട്ടിക്ക് പോയി. അപ്പം സോനയായിട്ട് എനിക്കൊന്ന് പുറത്ത് പോകണം. അപ്പം ഞാൻ പോയി പല്ലൊക്കെ തേച്ചൊരുങ്ങിയിട്ട് വരാം. ഗൈസ്, ദാ സോന ചോക്ലേറ്റ് തിന്നുന്നു. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനും തിന്നാൻ പോവുകയാണ് ചോക്ലേറ്റ്. ഞാൻ സുന്ദരിയായിട്ട് ഒരുങ്ങും കേട്ടോ. ലിപ്സ്റ്റിക്ക് പറ്റാതെ തിന്നാം. ഞാനങ്ങനെ സുന്ദരിയായിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ നമ്മളിനി പുറത്ത് പോവുക. അവൾക്ക് ഏറ്റവും നിന്ന് പൈസ എടുക്കണം കേട്ടോ. അവളുടെ ഗൂഗിൾ ഫോൺ പോയി, അപ്പം ഗൂഗിൾ പേ വർക്കാവുന്നില്ല. അപ്പോൾ അവൾക്ക് ഞാൻ എവിടെയാണ് നോക്കുന്നത്, അവൾക്ക് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോകുന്ന വഴിക്ക് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നോക്കണം, എന്നെ നോക്കണം, ഡൗട്ടാണ് കേട്ടോ. കോങ്കണ്ട് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തൊക്കെ പോയിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ പാർക്കിൽ പോയപ്പോൾ പാർക്ക് അടച്ചിട്ടേക്കുന്നു ഗൈസ്. ഞങ്ങൾ പാർക്കിൻ്റെ വെളിയിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമുക്ക് റീൽസ് എടുക്കാനുള്ള വീഡിയോസൊക്കെ ആക്കി. അത് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ കയറി കേട്ടോ. നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചതാണ്, നമുക്ക് വാലൻറ്റൈൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങി. Wow, ആയിട്ടുണ്ട് ഗായ്സ്. ഞങ്ങൾ വന്നു, ചോറ് കഴിച്ചു. പക്ഷെ ചോറ് കഴിക്കുന്നത് എടുക്കാൻ പറ്റില്ല, ഫോൺ വിളിച്ച് കഴിച്ചു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? പറ. ചോക്ലേറ്റ്. അപ്പം ഞങ്ങൾ കാൽസ്യം ചേട്ടായി ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗായ്സ്. ഞങ്ങളിപ്പോൾ വാങ്ങിക്കാൻ പോവുകയാണ്. ശരിയല്ല, ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് പാനിയും പഴവും അറിയോ? അത് അപ്പം കൊടുക്കുന്നതാണോ? അപ്പം കൊടുക്കുന്നതല്ലേ, പാനിയും പഴവും ഉണ്ട്. നമ്മളൊരു സദ്യക്ക് നമ്മൾ പായസവും പഴവും കൂടി കഴിക്കത്തില്ലേ? ഇവരെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. പാനിയും പഴവും ഞാൻ കഴിക്കാൻ കഴിക്കാലോ. ഞങ്ങൾ ഇപ്പം കഴിക്കാൻ തോന്നുന്നു പറഞ്ഞത്, അല്ലാതെ ഞങ്ങൾ പക്ഷെ മറ്റേ അപ്പവും ഏതാണ്ട് അപ്പവും വൈനും കൊടുക്കൂലോ. നമ്മൾ സോനയുടെ കല്യാണത്തിന് അപ്പവും വൈനും കഴിക്കാൻ പോകുന്നത്. എനിക്ക് അപ്പവും വൈനും വേണം. എന്നാ എനിക്ക് സദ്യ ആയാലും മതി, എനിക്ക് തീറ്റ കിട്ടിയാൽ മതി. ഇപ്പൊ വയറ് നിറഞ്ഞിരിക്കുക. ഇപ്പൊ സദ്യ ഒന്നും പോവില്ല. എനിക്ക് 3-4 ദിവസം കൊണ്ട് ഞങ്ങൾ തിന്നുന്ന ഐസ്ക്രീമിന് കൈയും കണക്കില്ല ഗൈസ്. ഉടനെ ഞങ്ങൾ ER അഡ്മിറ്റ് ആവുന്നതായിരിക്കും മിക്കവാറും. സോനയുടെ സൗണ്ട് എല്ലാം പോയിട്ടുണ്ട്. എന്നെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സുന്ദരിയായിട്ടുണ്ടല്ലേ. യൂട്യൂബിൽ കാണിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഗൈസ്, പണ്ടത്തെ നമ്മുടെ വീഡിയോയിലുണ്ടല്ലോ, അഹല്യക്ക് ഞാൻ പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. അഹല്യനെ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ സ്റ്റിക്കർ വെച്ചത് ഒരു പഴത്തിന്റെ സ്റ്റിക്കറായിരുന്നു. അതെ, അതല്ല കേട്ടോ. ഞങ്ങള് അന്ന് ആ വീഡിയോക്ക് തന്നെ എന്നാന്നറിയോ, നമ്മൾ റൂം മാറിയിട്ട് വീഡിയോ ഇല്ലേ, നിങ്ങളെല്ലാം കൂടെ എന്നെ വളരെ തക്രമിച്ച് കരുതില്ല. അതല്ലേ ഇവരോട് അമൃത നാട്ടിലായിരുന്നു. അമൃതയോട് നമ്മൾ വിളിച്ചൊക്കെ പറഞ്ഞു റൂം മാറിയിട്ടുണ്ട്,
വേറെ കുറച്ച് വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. അശ്ലീലമാണ്, അതൊക്കെ ഞങ്ങൾക്ക് പറയാൻ വയ്യ. ആ വീഡിയോക്കകത്ത് ഞാൻ അഹല്യയിലോട് ഒരു അശ്ലീലം പറയുന്നുണ്ട്. എറിയുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചെടുക്കുക. അതുകൊണ്ട് ഞാൻ അഹല്യ എന്നെ എന്താ ചൊറിയാൻ പറഞ്ഞപ്പോൾ ഞാൻ ലിസ എന്നെ കരയിപ്പിക്കും. ലിസയെ സോന എന്നിട്ട് സോന ഏതൊക്കെ വീഡിയോ എടുക്കുന്നത് ലിസ എന്നെ കരയിപ്പിക്കുന്നത്. അപ്പം അഹല്യനോട് എനിക്ക് ദേഷ്യം വരും. അഹല്യ എന്നിട്ട് പറയുന്നത് എറിയെന്ന് പറഞ്ഞു. അതതിനകത്തല്ല സൂപ്പറായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ മറന്നു പോയതാ തോന്നുന്നത് കട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോഴാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഒരു വാലന്റൈൻസ് ഡേ ഇവിടെ തീരാറായിട്ടുണ്ട്. ഓഫ് കിട്ടിയതല്ല, എനിക്ക് നല്ലപോലെ കിടന്ന് ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങി കേട്ടോ. ഞാൻ എത്ര മണി വരെ ഉറങ്ങി? ഞാൻ 11:55 ആയപ്പോഴും ഞാൻ കണ്ണു തുറന്നു. എന്നെ 11:30 ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചെണീപ്പിച്ച്. ഞാൻ പിന്നെ കിടന്നുറങ്ങിയത്. എനിക്ക് നല്ലപോലെ ഉറങ്ങാം. എത്ര ദിവസത്തെ ഡ്യൂട്ടി ആയിട്ടൊന്ന് ഓഫ് കിട്ടിയെന്നെ മതി. ചോദിക്കാതെ പറയാതെ എനിക്ക് പോലും പറ്റിയില്ല. അപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കണോ? നമുക്ക് പിന്നെ എന്തിനാ നമ്മളൊരു അതെ, ഞങ്ങൾ ഇനി ഇത് പോയി കഴിഞ്ഞ് ജേണൽ ചെയ്യും. ഞങ്ങൾ പ്രൊഡക്റ്റീവ് ആക്കും ഇന്നത്തെ ഡേ. ഞങ്ങൾക്ക് ചെറുക്കുന്നില്ലെങ്കിൽ എന്നാ ഞങ്ങൾ ഇന്നത്തെ ഡേ പ്രൊഡക്റ്റീവ് ആക്കും. രാവിലെ എഴുന്നേറ്റില്ലാന്നേ ഉള്ളൂ, അത് വേറെ കാര്യം. 11 ഞാൻ ഇവള് പിന്നെ അങ്ങനെ കേട്ടോ. ഓഫ് കിട്ടുന്ന ദിവസം വെളുപ്പിന് 5:30 എനിക്ക് കുളി കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് വിട്ട് കണ്ണു എഴുതി എവിടെയെങ്കിലും കിടക്കുന്നത്. ഞാൻ പിന്നെ 11:55 നമ്മുടെ ലിസ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജിസ ചേച്ചി നമുക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വയ്യ അല്ലേ, ഞാൻ എന്തിനു ചെറുക്കനെ തപ്പണം? എനിക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്ക് എൻ്റെ തങ്കം എനിക്ക് എല്ലാവരും വാങ്ങിച്ചിരുന്നുണ്ട്. അല്ലേടി സോനെ വേണേ എനിക്ക് ഉമ്മ കാണണം. വേണേ എനിക്കൊരു സോന എനിക്ക് ഉമ്മ ഇരുന്നില്ല കേസ്. അയ്യോ സോന എനിക്ക് ഉമ്മ ഇരുന്നില്ല കേസ്. സോനെ ഞാൻ വീഡിയോ എടുക്കുവാണ്. എന്നെ നാണം കിടന്നാ ഒരു ഉമ്മ നാണി. നമുക്ക് ലിസ കണ്ടോ ചോറെടുക്കുന്നത്. ലിസയ്ക്ക് മാത്രം ഇന്ന് ഡ്യൂട്ടി ഉള്ളായിരുന്നു. അവിടെ ഇരിക്കുവാണോ? എവിടെ വാ. എനിക്കൊരു ഉമ്മ തരാൻ തോന്നുന്നുണ്ടോ? ഞാൻ ഒരുങ്ങി നിൽക്കുന്ന കണ്ടില്ല. എനിക്കൊരു ഉമ്മ താ. എല്ലാരും ഞാൻ എനിക്കൊരു ഉമ്മ തരാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ഉമ്മ ചോദിച്ചൊക്കെ വാങ്ങിക്കോട്ടോ വാലന്റൈൻസ് ഡേ. ഞാൻ വാലന്റൈൻസ് ഡേ ഉമ്മ ചോദിച്ചു. ഫേസ് മാത്രമേ ഉള്ളൂ. ചോദിച്ചേട്ടൻ കിസ് ചോദിച്ചു. കിഡ്നി മിഠായി ഞങ്ങൾക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് ഗായ്സ്. ഞാൻ ചെറുക്കനെ കണ്ടുപിടിക്കുന്നില്ല കേട്ടോ. ചെറുക്കനെ കണ്ടുപിടിച്ച് നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും. അങ്ങനെ ഞങ്ങൾ വന്ന ഡ്രസ്സൊക്കെ മാറി തുണിയെല്ലാം മുക്കി വെച്ചിട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. ഇനി അതൊന്ന് ഇതാക്കുമ്പോഴേക്കും പോയി. പിന്നെ എനിക്ക് അതിനൊരു എഡിറ്റ് ചെയ്യണം. നമ്മുടെ ഇന്നടുത്ത ലിസിനെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കാം. അവിടെ ഇരിക്കുന്നത് നോക്കാം. വെള്ളം എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യും. ഒക്കെ മുക്കി വെച്ചു. ഇന്നൊരു ക്ഷീണമുണ്ട്. 12 വരെ ഉറങ്ങിയെങ്കിലും ഞാൻ ഇനി ഒന്നുകൂടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് പോയി തുണി കഴുകാം. ഓക്കേ. അപ്പോൾ കുറേ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ പിന്നെ ഇവിടെ കിടന്നു. പിന്നെ ഞാൻ പോയി അപ്പുറത്ത് ലിസയുടെ ഇടയ്ക്ക് കിടന്നു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. പിന്നെ എന്നാ പറയാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ കിടന്ന റീൽസൊക്കെ കണ്ടു. പിന്നെ പോയി തുണി അലക്കിട്ടു. തുണിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുന്നത് ബ്ലാങ്കറ്റൊക്കെ പുതയ്ക്കാൻ ഭയങ്കര സുഖം കേട്ടോ. പക്ഷേ കഴുകുന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകമായൊരു ദിവസം. അപ്പം ഞാൻ ഇന്നെന്തായാലും ഞാൻ പ്രത്യേകിച്ച് ഓഫ് എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മൈൻഡിൽ ഇതായിരുന്നുണ്ടോ. കാരണം ഞാൻ എക്സാമിന് പോണതിന് മുമ്പേ അത് അലക്കണമെന്ന് വിചാരിച്ചോട്ടോ. എക്സാം കഴിഞ്ഞ് വന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നാട്ടിൽ പോയതുകൊണ്ട് അലക്കാനൊന്നും പറ്റില്ല. പിന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ട് അലക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് എടുക്കാണ്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് അത് അലക്കിയിട്ടു. പിന്നെ എൻ്റെ തുണിയെല്ലാം യൂണിഫോം എല്ലാം അലക്കിയിട്ടു. പിന്നെ വന്ന് കുളിച്ച് ഇട്ടിരുന്ന ഡ്രസ്സും അലക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ പോകട്ടെ. 8 മണി കഴിഞ്ഞു. 8:15 കണ്ടായി. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. എന്താ കറിയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അളിഞ്ഞ കറി ആയിരിക്കും എന്തായാലും. കാരണം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ചിക്കൻ ആയിരിക്കും. ഇപ്പോൾ വന്നൊന്ന് ചിക്കനും കൊള്ളത്തില്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല. ആയിരിക്കണം ഗൈസ്. നമ്മളപ്പോൾ ഒരു അടിപൊളി ജേണൽ ചെയ്യാൻ പോവാണ്. എൻ്റെ ലിസ്റ്റിൽ ഇനി ജേണലും ഇതാണ് എൻ്റെ വീട്ടിൽ കത്തിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് ഉരുക്കിയെടുക്കാൻ പോവാണ്. ഈ പേപ്പർ അത് മൊത്തം ഉരുക്കിയെടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം അതിക്രമിക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ പേനയും പെൻസിലും എടുക്കാൻ മറന്നു ഗൈസ്. അതുകൊണ്ട് ഇവിടെ ബ്ലാക്ക് ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ സ്കെച്ച് ബ്ലാക്ക് മാർക്കർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ട് പോകുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഫൈനൽ പിന്നെ കാണിക്കുന്നതായിരിക്കും ഗൈസ്.